ஹலோ கேஸ், வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். ஸோ வெற்றி வந்து ஒரு முக்கியமான வேலைனால இன்றைக்கி வர முடியல. ஸோ அதனால் இன்றைக்கி நாங்கள் 2 பேர் தான் படம் பார்க்க போகிறோம். A and B காம்போ. எஸ். ஸோ ஆல்ரெடி பார்த்தீங்கன்னா நாங்கள் 2 பேர் தனியாக பார்த்த ஒரு மூவி வந்து ஸ்பதிகம். ஸோ இன்றைக்கும் பார்த்தீங்கன்னா நீங்கள் தமிழில் பார்த்துருப்பீங்க. ஸோ இன்றைக்கும் நம்ம ஒரு லாலட்டன் மூவி தான் பார்க்க போகிறோம். ஸோ இந்த படம் வந்து ரொம்ப நாளாக பார்க்கணுன்னு இருந்துச்சு. ஸோ என்னென்னு பார்த்தீங்கன்னா இந்த படம் வந்து தமிழ்லேயே வந்திருக்கு. ஆனால் நான் அந்த படம் பார்த்ததில்லை. ஜஸ்ட் அந்த க்ரக்ஸ், அந்த சின்ன சின்ன விஷயங்கள் மட்டும் தான் தெரியும். ஸோ இன்னைக்கு நம்ம பார்க்க போகிற படம் என்ன? கிரீடம் 1989. ஆல்ரெடி இதை தமிழில் வந்திருக்குல்ல, அது ஒரு ஒரிஜினல் வெர்ஷன் இதுதான். அஜித் அக்கம் பக்கம் சாங் இருக்குங்க. அந்த இந்த பாட்டு கனவெல்லாம் பலிக்குது. ஸோ அது ஒரு ஒரிஜினல் வெர்ஷன் இது. ஓகே ஓகே. ஸோ கிரீடம் டைரக்டர் சிபி மலையில், எங்கே பார்த்துக்கிறேன் இதில் ஆகாஷ் டூத். ஓகே, அந்த படத்தோட டைரக்டர். இட்ஸ் ரிட்டன் பை ஏகே லோஹிதா தாஸ். ஓகே, லோஹித தாஸ். ஏகே லோஹித தாஸ். ஸோ இந்த படத்தில் காஸ்டிங் யார் பார்த்தீங்கன்னா சொன்ன மாதிரி மோகன்லால், திலகன், பார்வதி ஜெயராம் அண்ட் வந்து மோகன்ராஜ். ஸோ மெயின் காஸ்டிங். ஸோ இந்த படத்தோட டிரான்ஸ்லேட்ஸ் டு கிரவுன். கிரீடம். அந்த கிரீடமா? தமிழ்லேயே அதே தான் கிரீடம். ஸோ இது வந்து ஒரு ஆக்ஷன் ட்ராமா ஃபிலிம். ஓகே, வந்து ஆல்ரெடி நம்மளுக்கு லைட்டாக கொஞ்சம் ஸ்டோரி தெரியுதுனால எப்படி இருக்குது, இது எப்படி எடுத்திருக்காங்க. நான் தமிழ் பார்த்ததில்லை, சும்மா போலீஸ் ட்ரை பண்ணுறது அந்த மாதிரி தான் தெரியும். நான் பார்த்துருக்கேன், பட் ஆனால் இதில் எப்படி காட்டுறாங்க. ஓகே, பார்ப்போம். ஸோ இது அந்த படத்தோட காஸ்டிங் 3 எல்லாமே. ஸோ அதுக்கப்புறம் நம்ம கிரீடம். ஓ, கழுகு படம் முடியுது. நீ கனவா இருக்கு. அவர் கரெக்டாக பொசிஷன் வந்துட்டார், இவர் வரல. ஓ, സബ് ഇൻസ്പെക്ടർ സേതു, അച്ഛൻ്റെ തെമ്മാരി. കൊച്ചുവെളുപ്പാകാലത്ത് ഉറക്കത്തിൽ കിടന്നോണ്ട് ചിരിയും കളിയും. നേരം വിളിത്തല്ലേ? പള്ളി മണിയടിക്കുന്ന കേട്ടില്ലേ? അല്ല, വയസ്സുകാലത്ത് വേണ്ടാത്ത സ്വപ്നങ്ങൾ വല്ലതും കാണുന്നുണ്ടോ? അച്ഛൻ തനി പോലീസാ. വലത് കാൽ വെച്ച് കയറിയാലും കുറ്റം, ഇടത് കാൽ വെച്ച് കയറിയാലും കുറ്റം. മനസ്സിൽ വായിച്ച ചോദിക്കും, പുസ്തകത്തിൽ നോക്കി എന്ത് ഗിനാവാടാ കാണുന്നത്. ഉറക്ക വായിച്ച അതും കുറ്റം. എങ്ങനെയെങ്കിലും വായിക്കൂ, പക്ഷെ റിസൾട്ട് വരുമ്പോ ഫസ്റ്റ് ക്ലാസ് വേണം. അല്ല എന്റെ തനി സ്വഭാവം പുറത്തു വരും. അടിച്ച് തൊടല തോലിയാൻ പൊളിക്കും. ഇവ കാടുക്കളപ്പണി ഒഴിച്ചിട്ട് നേരമില്ലേ? അടുത്ത മാസം പരീക്ഷയാ. ഞാനെന്ത് ചെയ്യാനാ? പുസ്തകം എടുത്ത് 4 അക്ഷരം വായിക്കാൻ പറഞ്ഞ ഉടനെ ഇറങ്ങും കുടം എടുത്തു. പിന്നെ പാത്രം തേപ്പായി അലക്കായി. അതുകൊണ്ട് ഇപ്പൊ അമ്മയ്ക്ക് സുഖമായി. അടുക്കളയിൽ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ പോയി പഠിക്കടി എന്ന് പറഞ്ഞാൽ ചേച്ചിയോട്. പിന്നെ അമ്മയ്ക്ക് ഒരിടത്തിരുന്നാ മതിയല്ലോ. പോടാ അവിടുന്ന്. ഞാനിന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ടടി. അവനെ സല്യൂട്ട് ചെയ്തിട്ട് വേണം എനിക്ക് പെൻഷൻ പറ്റി പിരിയാൻ. വെളുപ്പാങ്കാലത്ത് തുടങ്ങിയതാണിതെന്ന് നീ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം.
ശീർഷാസനത്ത് നിൽക്കുമ്പോ അവിടെ സംസാരം ചെയ്യൂ. ശീർഷാസനത്ത് നിൽക്കുമ്പോ സംസാരിക്കരുത്, വെള്ളവും വിലങ്ങും. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്താൻ അവളെന്നോട് പറയായിരുന്നു. 5 മണിക്ക് തുടങ്ങിയതാ. ഈ എക്സർസൈസിനെ പറ്റി വല്ല വിവരമുണ്ടോ ഇവക്ക്, അല്ലേ അച്ഛാ? അതെ അതെ, എന്നാലും 2 മണിക്കൂറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അയ്യോ അത് പറ്റില്ല. ഇപ്പൊ തന്നെ എനിക്ക് തടി കൂടുന്നെന്ന് അച്ഛന് കംപ്ലൈന്റാ. ഇതൊന്ന് കുറച്ചെടുക്കാതെ തോറ്റ് പിന്മാറുന്ന പ്രശ്നമില്ല. എന്തോ? അല്ല, ഈ മേധസ്സൊക്കെ കളഞ്ഞ് നല്ല സ്ലിം ആയി. അതിനെ ദിവസം ഒരു 1/2 മണിക്കൂറെങ്കിലും എക്സർസൈസ് ചെയ്യണം. പിന്നെ നിന്റെ ഈ വലിച്ചുവാനുള്ള തീറ്റ ഉണ്ടല്ലോ, അത് നിർത്തണം. ആരെ കാണിക്കാനാണ് നീ കോപ്രായം കാണിക്കണേ? ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ റെഗുലർ ആയിട്ട് നീ എക്സർസൈസ് ചെയ്തിട്ടുണ്ടോ? അയ്യോ അച്ഛാ, ദിവസവും ഞാൻ എക്സർസൈസ് ചെയ്യുന്നുണ്ട്, അല്ലടി? ഒറ്റ വീക്കൊന്നുണ്ടല്ലോ, ഞാൻ കണ്ടല്ല. ഇന്റർവ്യൂവിന് ഇവിടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നൊരു ഏർപ്പാടുണ്ട്. അത് പാസ്സാണെങ്കിലേ നല്ല സ്റ്റൗട്ട് ആയിരിക്കണം. അതെനിക്ക് അറിഞ്ഞൂടെ? ഇന്നലെ രാത്രി ഇത്തിരി വൈകിയ കിടന്ന് റിട്ടേൺ ടെസ്റ്റിനെ പ്രിപ്പയർ ചെയ്യണ്ടേ? അത് ചില്ലറ കാര്യ. എത്ര പുസ്തകം വായിച്ചാൽ അല്പം ജനറൽ നോളജ് കിട്ടുക? അല്ല അതെ, അതും വേണം, ഒപ്പം ഫിസിക്കൽ ഫിറ്റ്നസും വേണം. നാളെ മുതൽ ആകാശം ഇടിഞ്ഞു വീണാലും ശരി, എക്സർസൈസ് മുടങ്ങുന്ന പ്രശ്നമില്ല. നീ കാപ്പി കുടിക്കാൻ വരുന്നുണ്ടോ? അച്ഛനും ഏട്ടനൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാ. ഇത്തിരി വെയിറ്റ് ചെയ്യട്ടെ. അയ്യേ, ഇതെന്താ നിന്റെ മുഖത്ത്? നിന്റെ പേരാണ് മീശ. 2 ഇഡ്ഡലിയൊക്കെ കഴിക്കാം, അല്ലേ അച്ഛാ? രാവിലെ 2 കഴിക്കാം, പിന്നെ ഒരു പഴവും ഉള്ള പാലും ആകാം. 2 മുട്ട, 4 ഏത്തപ്പഴം. ഒന്ന് മിണ്ടാണ്ട് കഴിച്ചിട്ട് ഒരു തമാശ പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇവൻ മേടിക്കും. കഴിക്കേ. പറഞ്ഞ് നാക്കെടുത്തില്ല. നിനക്ക് 100 ആയിസ. സേതുവേട്ടന്റെ ശരീരം നന്നാക്കാൻ ചില പുതിയ പരിപാടികളൊക്കെ ഇട്ടിരിക്കാം മുത്തശ്ശി. അത്ര കളിയാക്കണ്ടടി. ദേഹരക്ഷയെ കുറിച്ച് ഈ സ്കൂൾ വാദ്യാരന്മാർക്ക് വല്ല വിവരമുണ്ട് എന്റെ മുത്തശ്ശി? അങ്ങനെ കളിയാക്കാതെ ഞങ്ങളെ. അയ്യോ, ഞാൻ അമ്മാവനല്ലേ പറഞ്ഞത്, ഇവളെ. പിന്നെ പോലീസുകാർക്കാ വലിയ വിവരം. അല്ല, ഇത്തിരി പോലും വരുന്ന പിള്ളേർക്ക് തറ പറ എന്ന് പഠിപ്പിക്കുന്ന നിനക്കാ 20,000 രൂപ കൈക്കൂലി കൊടുത്തില്ലായിരുന്നു കാണായിരുന്നു. ടീച്ചർ എന്ന് പറഞ്ഞ് ഗമ കാണിച്ചടക്കാൻ പറ്റുമായിരുന്നോ? പിന്നെ അപ്പൊ ഞാൻ TTC പാസ്സായതോ? അയ്യോ, TTC എന്ന് പറയുന്ന IAS അല്ലേ? ബോഡി എവിടുന്നു? കിണറ്റിൽ വെള്ളമില്ലാന്ന് കേട്ടല്ലോ, തീരെ പറ്റിയോ? ബക്കറ്റ് പൊങ്ങില്ല. ഓഹോ, വല്ല കാര്യമുണ്ടോ ഇതിന്റെ? ഇത്രയും വലിയ വീട് ഇവിടെ കിടക്കുമ്പോ വാടക വീട്ടിൽ പോയി താമസിക്കാം. നിന്റെ അമ്മയുടെ തറവാടല്ലേ ഇത്? നിന്റെ അച്ഛനോട് 100 വട്ടം പറഞ്ഞതാ. അച്ഛ അഭിമാനിയാ. അഭിമാനമല്ല, ദുരഭിമാനം എന്നാ നിന്റെ പേര്. വാടി. ഇരിക്കാതെ വേണമെങ്കിൽ കഴിച്ചിട്ട് പോ. രാവിലെ 2 കണ പുട്ടാ നിന്റെ മുത്തശ്ശന്റെ കണക്ക്. പിന്നതെ ഇത്രയും പോന്ന 2 നേന്ത്രപ്പഴം, 1 മുട്ട, 2 നാഴിപ്പാല്. ആണുങ്ങളായ അങ്ങനെ തിന്നും. അയ്യോ, ഇതെങ്ങനെ ദഹിക്കുക? അതാണ് കളരി അഭ്യാസത്തിന്റെ വിശേഷം. അതിനെന്താ മോൻ കഴിച്ചു? അയ്യോ ഇത് കുറച്ചുകൂടെ ചെറുക്കം കാണിക്കണേ. നിനക്കല്ലേ വെച്ചിക്കുന്നു പറഞ്ഞേ, കഴിക്കുന്നീ. എന്താ എന്നെ കണ്ടിട്ടാ നിർത്തിയ? ഭക്ഷണം ചുരുക്കാൻ പറഞ്ഞ നിനക്ക് ബുദ്ധിമുട്ടായല്ലേ? മുത്തശ്ശി നിർബന്ധിച്ചിട്ടാ, ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. എടാ, നീ ചോദിച്ചിട്ടില്ലേ തന്നത്? എന്തൊരു കള്ളനാ നീ. നീ നിന്റെ ഇഷ്ടത്തിന് കഴിച്ചോ, വിശന്നിരുന്ന് ശരീരം ചുരുക്കണ്ട. അച്ഛാ ക്ഷമിക്കണം, ഞാൻ ശരിക്ക് കൺട്രോൾ ചെയ്തോളാം. ആഹാ, നീ അത് സീരിയസ് ആക്കിയോ? തെമ്മാടി. എടാ, പാലിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിനും വാക്ക് പറയരുത്, ഇതുപോലെ ചമ്മണ്ടി വരും. ഞാനില്ല, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. വാ, വീട്ടിലേക്ക് പോ. ഓ, വീട്ടിൽ വന്നാ പിന്നെ വലിയ കാര്യമായി. കണ്ണ് നിറച്ചൊന്ന് കാണാൻ കിട്ടും. 3 വശത്ത് കത്തിയാക്കിയിരിക്കല്ലേ അറക്കാൻ. നിന്റെ അച്ഛന്റെ വക സാരോപദേശം, മുത്തച്ഛൻ ചട്ടമ്പിയായി നടന്നിരുന്ന കഥ വേറൊരു ഭാഗത്ത്, പിന്നെ നിന്റെ അമ്മയുടെ വക വേറെ. വരണുണ്ടെങ്കി വാ. ആരായത്? നമ്മുടെ സാറായി വരേണ്ട ആളാ. അഡ്വാൻസ് ആയിട്ട് ഒരു സല്യൂട്ട് ഇരിക്കണം. കളിയാക്കല്ലേ സാറേ? കളിയാക്കൂ? എന്താടോ, അങ്ങനെ ആവില്ലെന്നാണോ? ഒരു ഇടി ഇടിച്ചതാലോട്ടല്ലോ. എന്താ പോന്നത്? അച്ഛനും എസ്ഐയും കൂടെ ഒരു പ്രതിയെ പിടിക്കാൻ പോയിരിക്കുക. വല്ല വിശേഷമുണ്ടോ? ഒന്നുമില്ല, ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ, കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. പറ്റുകടയിലെ കണക്ക് തീർക്കണം. ഇത് നീ വെച്ചു. വേണ്ടച്ചാ, ഈ മാസം ചെലവ് കൂടുതലല്ലേ, പിള്ളേരുടെ പരീക്ഷ. അതൊന്നും നീ അറിയണ്ട, ഞാനല്ലേ കിടക്കുന്നത്, ഞാൻ നോക്കിക്കോളാം. ഇത് വെച്ചു. മറ്റേത് വാങ്ങണ്ടേ? ഏത്? വാങ്ങിച്ചോളാം. ഓ, പറഞ്ഞു വന്നത്
നല്ല നല്ല ജോലിക്ക് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിന് ശ്രമിക്കാതിരിക്കുന്നത് ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാ മണ്ടത്തരമാണെന്ന്, അതായത് ഞാനൊരു മണ്ടനാണെന്ന്. ആയിക്കോട്ടെ, പട്ടപ്പകല്ലേ എന്റെ മോനാണല്ലോ. എന്റെ മോന് ഞാൻ ആശിച്ച ജോലി കിട്ടണം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. കഴിഞ്ഞവണത്തെ പോലെ തലക്ക് പിടിച്ച് എവിടെയെങ്കിലും കിടന്നു കളഞ്ഞേക്കും. പിന്നെ നിന്റെ അച്ഛനുള്ള കാലത്ത് എനിക്ക് പട്ടച്ചാരായം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. നീ ഒഴിക്കങ്ങട്. பாட்டி வேற லெவல் அட்வான்ஸ் ஸ்டேஜ்ல இருக்கு. ഇച്ചിരി കൂടെ ഒഴിക്കണം. ആ മതി മതി മതി. യോ നൈസ്. ഒരു തുടം കൂടി നടാ. ഇത്രയൊക്കെ മതി. ഇച്ചിരി കൂടെ നീ ഒഴിക്കണത്തിൽ നീ എന്തിനു പേടിക്കണേ? ഒഴിക്കിച്ചിരി കൂടി. ആ മതി മതി, അത് മതി. അച്ഛേ കൃഷ്ണ ഓടി വാടാ. നിക്കടവിടെ നിക്കടവിടെ. എന്താ എന്താ? ദേ ഇവൻ കട്ടു തിന്നു. എന്ത്? ഒരു സാധനം. അത്രേ ഉള്ളു. അത്രയല്ല, ഉള്ള നേരത്തെ കൈ പിടിച്ച് കൊടുത്തില്ലെങ്കിലേ പെശക. ரொம்ப ஓபனா இருக்கு. போட்டு குத்துறீங்க. டபுள் மீனிங் ഒക്കെ അടിച്ചല്ല ഉനക്ക് அப்படிதான் இருக்கா? മണ്ണൻ ജോലിക്ക് പോകുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചത്രേ. ജോലിക്ക് പോകാതെ പിന്നെ എങ്ങനെ ജീവിക്കുക? ആ, അവൻ രാജിക്കത്ത് കൊടുത്തിട്ടാ മംഗലാപുരത്ത് പോന്നിരിക്കുന്നത്. അവളെപ്പോഴാ അറിയുന്നത്? ജോലി ബുദ്ധിമുട്ടാണത്രേ. എന്തോ ബിസിനസ് തുടങ്ങാൻ പോവാണെന്നാ പറയുന്നത്. അതിന് പണമുണ്ടോ? ആർക്കറിയാം. ഭാഗം പിരിയാത്തോണ്ട് തറവാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാ. എന്ന് വെച്ച് എത്ര കാലം ചേട്ടൻ്റെ പോയി കഴിയും? തറവാട്ടുകാരെ നോക്കി കൊടുത്തതാ. എന്റെ മോക്ക് ഇങ്ങനൊരു ഗതി ആയല്ലോ ദൈവമേ. എല്ലാ പലയപ്പത്തിലും ഇവരല്ലേ ഒരു ഇത്തിരി ചോറൂടെ തരാൻ പറയടി ഏട്ടത്തിയോട്. നാണമില്ലേ നിങ്ങൾക്ക്? എന്തിനാടി നാണിക്കുന്നേ? ഇത് എന്റെ വീടാടി. എന്റെ ഏട്ടൻ അധ്വാനിച്ചുകൊണ്ട് വരുന്ന ചോറാ ഞാൻ ഉണ്ണുന്നേ. ഏട്ടൻ അധ്വാനിക്കണ്ടേ? ഏട്ടന്റെ ഭാര്യയ്ക്ക് മക്കുക എന്ന് നിനക്ക് തോന്നും, എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ നേരത്തെ ചോറെടുത്തുണ്ടോ? എല്ലാരും ഊണ് കഴിഞ്ഞിട്ട് ഞണ്ണാൻ നിന്നാലേ ചിലപ്പോ പട്ടിണിയായി പോകും. സേതു നിന്നെ എവിടൊക്കെ തിരക്കി? എപ്പോ വന്നു? 1 മണിക്കൂറായി. അന്തികയും വന്നിട്ടുണ്ട്. 1 മാസമായി ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഒഴിവ് കിട്ടണ്ടേ? ഇനി ഏതായാലും കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഞാൻ കൊടുക്കണോ? വേണ്ട, കുഞ്ഞാലിക്ക് അതൊന്ന് കുറിച്ചേക്ക്. ഒന്നുകൂടെ എടുക്കാം. വേണ്ട വേണ്ട. സേതുവിനോട് മാത്രമായിട്ടൊരു കാര്യം പറയാനാ വന്ന് കേറി ഉടനെ തിരക്കി ഇറങ്ങിയത്. വരണ വഴി ഞാൻ അച്ഛനെ കണ്ടു ജംഗ്ഷനിൽ വെച്ച്. എത്രയായാലും സേതുവിന്റെ പെങ്ങടെ കെട്ടിയവനല്ലേ ഞാൻ. ആ ഒരു ബഹുമാനം വേണ്ടേ? സ്നേഹത്തോടെ ഒരു വാക്കെങ്കിലും പറയണ്ടേ? അച്ഛൻ ഡ്യൂട്ടിയുടെ തിരക്കിലാവും. എന്ത് ലൂട്ടി. ദേ ഒരു കാര്യം ഞാൻ സേതുവിനോട് പറയാം. ഇഷ്ടമില്ലാത്തടത്ത് പറ്റിക്കൂടുന്ന ടൈപ്പ് അല്ല ഇരമണൻ. അഭിമാനം വിറ്റ് തിന്നുന്നവനല്ല. അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചു പോണെന്ന് കരുതിയതാ. പിന്നെ സേതുവിനെ അമ്മയൊക്കെ ആലോചിച്ചപ്പോ അത് ചെയ്യാൻ മനസ്സ് വന്നില്ല. പിന്നെന്തിനാ പോകുന്നത്? ഇത്ര മാത്രം എന്താ പറയാനുള്ളത്? ഇഷ്ടമുള്ളത് എന്തൊക്കെയാ പറഞ്ഞത്? കൊറേ പിറുപിറുക്കുന്ന കണ്ടു. മന്ത്രം ചൊല്ലിയതാ. ദേ തോന്നി മന്ത്രമൊന്നും ചൊല്ലാൻ പാടില്ല കേട്ടോ. നമ്പർ 2 എന്ന് വെച്ചാൽ വേറൊരു അർത്ഥം കൂടിയുണ്ട്. നമ്പർ 2 കക്കൂസിൽ പോണത്. ഓടാടും. നിനക്ക് വീട്ടിലങ്ങനെ ഇരിക്കാൻ പാടില്ലേ? ഇന്നലെ പിന്നാലെ വന്നത്? ഞാൻ സേതുവിനെ യാത്രയാക്കാൻ അച്ഛാവന്റെ ഒരേ ഒരു അളിയനില്ലേ ഞാൻ. അല്ല, അച്ഛൻ പറഞ്ഞില്ല, ഞാൻ പൊയ്ക്കോളാം. ഇവിടെ വെച്ചോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ? വേണ്ട അച്ഛാ. ഇവിടെ വെച്ചോ. എന്നാ പൊയ്ക്കോ, സമയം കളയണ്ട. ശരി. காசு வாங்கறதுக்கு கூட சுத்துறாரு போல. ഇത് നിന്റെ തന്ത സമ്പാദിച്ച മുതലൊന്നുമല്ല. വണ്ടി ഇവിടെ ഇടാൻ പാടില്ല സാർ. നോ പാർക്കിംഗ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഈ കടയിൽ വരണമെങ്കിൽ പിന്നെ തന്റെ നെഞ്ചത്തുണ്ടോ വണ്ടി? താനെന്തിനാ ഈ പോലീസ് കളക്ഷനെ പിടിച്ച് തള്ളിയത്? എന്റെ അനുവാദം കൂടെ എന്റെ വണ്ടിയുടെ ഹോൺ അടിച്ചേനാ. വണ്ടി എടുത്ത് മാറ്റ്. എനിക്ക് ഈ കടയിലാ പോകേണ്ടത്. വണ്ടി എടുത്ത് മാറ്റാ റാസ്കൽ. മാറ്റാൻ മനസ്സിലെങ്കിലോ? രാജു സാരമില്ല. സാർ, കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. അയാളൊരു പാവാണ് സാർ. 2 തവണ ഗുഡ് സർവീസ് എന്ത് വാങ്ങിയ ആളാണ്. അതെ സാർ, ഞാൻ പറയാം സാർ. താങ്ക് യു സാർ. രക്ഷപ്പെട്ടു താൻ. വേഗം കാർ MLA വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ചെറുക്കനോട് മാപ്പ് പറ. ഞാനോ? പിന്നെ ആരാ? സമയം കളയാതെ വേഗം ചെല്ല്. എന്റെ പട്ടി പോവും.
25 വർഷമായി സാറേ കാക്കിടാൻ തുടങ്ങിയിട്ട്. എനിക്ക് കുപ്പായത്തോട് ബഹുമാനമുണ്ട്. ഈ പ്രശ്നത്തിന്റെ പേരിൽ ഇത് അഴിച്ചു വെക്കേണ്ടി വന്നാൽ ഞാൻ തയ്യാറാണ്. നന്നായിട്ട് തൂമ്പ എടുത്ത് കളിക്കാൻ അറിയാം സാറേ. നിന്റെ അച്ഛൻ കാണിച്ച മണ്ടത്തരം മണ്ടത്തരം എന്ന് പറഞ്ഞ ആന മണ്ടത്തരം. ആ ഒരു ചെക്കൻ്റെ ടൈമിൽ അടുത്ത് ചെന്ന് അടിച്ചിരുവാங்க മാപ്പൊന്നും அப்பா. പറഞ്ഞാൽ എന്താ? എല്ലാ ടൈമും அப்பா അടിച്ചിരുവാங்க. അനുഭവിക്കാൻ എന്റെ അച്ഛൻ ശീലിച്ചിട്ടില്ല. ശീലിക്കണ്ട, അനുഭവിച്ചോ. ഇനി എന്ത് അനുഭവിക്കാനാ രമണ? കൂടി വന്നാൽ ഈ ജോലി അങ്ങ് പോവായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. നീ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ? ഒന്നും കാര്യമാക്കണ്ട. നിങ്ങളുടെയൊക്കെ മുഖം വാടിയിരിക്കുന്ന കാണുമ്പോഴേ അച്ഛന് വിഷമമുള്ളൂ. என்ன ரிசைன் பண்றதா? ആ MLA നാറി പറ്റിച്ചളഞ്ഞല്ലോ സാറേ. മെസ്സേജ് രാവിലെ എത്തി. തല വെട്ടാനൊന്നും അല്ലല്ലോ ഓർഡർ. ട്രാൻസ്ഫറോ അല്ലെങ്കിൽ സസ്പെൻഷനോ? ട്രാൻസ്ഫർ ആർഡർ കൊണ്ട് മെസ്സഞ്ചർ വരികയാ ചെയ്തത്. സാറാ റിലീവിംഗ് ഓർഡർ എഴുതാ. വിതിൻ 6 hours ഞാൻ ജോയിൻ ചെയ്യാം. രാമപുരം, നിങ്ങൾക്കറിയില്ല ആ സ്ഥലം. ഇത്രയും ക്രിമിനൽസും കേസും ഉള്ള ഒരു സ്റ്റേഷൻ. ASI എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അവിടെ ആയിരുന്നു. വെള്ളം കുടിച്ചു എന്റെ അച്ഛൻ നേരെ. താൻ വെറുതെ അങ്ങോട്ടും പോണ്ട. അവിടെയുള്ള പോലീസുകാരൻ നമ്മളെ പോലെ അല്ലേ സാറേ? അതല്ല ആരെങ്കിലും തല്ലി കൊല്ലുന്ന അങ്ങോട്ട് കൊല്ലട്ടെ. ആക്കിയിട്ടുകൊണ്ട് ചാകാവല്ലോ. ஓவர் பில்டப் கொடுக்குறாங்க. ஓவர் பில்டப் கொடுக்குறாங்க. இவங்க ஒரு ஹோம் படத்துல இல்லடா. அவர்ல ஆனா நிறைய படத்துல ஒரு ஆனா ஹீரோ பாக்குறியா? அவர் யார் தெரியுமா? ஆடு 2ல പണിഷ്മെന്റ് ആണല്ലേ? പൊളിറ്റിക്കൽ സ്ഥലത്തില്ലേ முஸ்லீம் மாதிரி ஒரு வேஷம் എസ് ഐ போட்டு അദ്ദേഹം തന്നെ വേണമെന്നുണ്ടോ? ജോയിൻ வட்டி ചെയ്താ காசு പോരെ? கொடுப்பாரு. അതിന് എസ് ഐ അദ്ദേഹം മതി. பின்னாடி ஓடுவாங்க വെച്ചതേ ഉള്ളൂ. എസ് ഐ அவர்லடா. ആശുപത്രിയില്ല. എന്ത് പറ്റി? ആരോ തല്ലിയതാ. ഇരുട്ടടിയാ. இது ஒரு அனானிமஸ் கால் motorcycle போயடா. குல்லா போட்டுன்னு பாரு. வீல் சேர்லயே உட்காந்து பாரு. പേടിക്കൊന്നും വേണ്ട. இவனுங்க தள்ளி விட்டுருவானுங்க. அப்பதான் வந்து விநாயக புஷ்டி கிராமவாசி ஆடு 2ல കീരിക്കാടൻ ജോസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ സാവകാശം എല്ലാവരും പരിചയപ്പെടാം. ജോയിൻ റിപ്പോർട്ട് എഴുതി തന്നിട്ട് ഒപ്പിട്ടോ. அந்த போலீஸ்க்கு ஒரு ஃபோன் வரும். ட்ரூ காலர்ல பாத்துருவான் தெரியுமா? இல்ல லைட்டா இரும்பு அப்துல்லா. இதுதானு கன்ஃபார்ம் அவர்தான். ஆனா நீ வேற நிறைய படத்துல கூட രജിസ്റ്റർ பாத்து കൊടുത്തെടുത്ത്. வட சென்னையில பில்டப் கொடுக்குறாங்க. സാർ ഞാൻ അച്ചു വന്നാര്. ഇത് വേറെ ഇത്. ഇന്നലെ ഒന്നുമല്ലേ? ആ. AC പറഞ്ഞു ഇരിക്കും. വേണ്ട സാർ, ഞാൻ ആശുപത്രിയിൽ പോയിരുന്നു. ആ, ഞാൻ രാവിലെ ഡിസ്ചാർജ് ആയി പോന്നു. ചെറിയ പരിക്കേ ഉള്ളൂ. ആരാണെന്ന് മനസ്സിലായില്ലേ സാർ? രാത്രിയല്ലേ, പെട്ടെന്നായിരുന്നു ആക്രമണം. ഞാൻ വീണുടനെ അവർ ഓടിപ്പോയി. സാരമില്ല, പേടിപ്പിക്കാൻ ചെയ്തായിരിക്കും. ഇതൊന്നും കണ്ട അച്ഛനാര് പേടിക്കണ്ട. ഞാൻ വന്നത് 2 ദിവസം ലീവ് വേണം. ഒരു വീട് ഇട്ടിട്ടുണ്ട്, ഫാമിലിയെ കൊണ്ടുവരണം. പെട്ടെന്ന് അതൊക്കെ പറയാം. ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു? നന്നായിരുന്നു. ബോർഡിനെ ഇംപ്രസ് ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഈശ്വര, സമാധാനായി. അമ്മയ്ക്ക് എന്താ ഒരു സന്തോഷമില്ലാതെ? ഭാവിയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ടൊരു വിലയില്ലല്ലോ. ആരായിരുന്നാലും എന്റെ മോൻ തന്നെയല്ലേ. അമ്മയ്ക്ക് സന്തോഷായി. പെട്ടെന്നുള്ള ഈ മാറ്റം അമ്മയ്ക്ക് വല്ലാത്ത വിഷമായി. എനിക്കും വിഷമമില്ലാണ്ടല്ല, പക്ഷെ പോകാണ്ടിരിക്കാൻ പറ്റുമോ? പിന്നെ രമണനും രമേശനും സാധനങ്ങളായിട്ട് ഇന്ന് പോകും. നമുക്ക് നാളെ പോണം. ഒരു പാട് കണ്ടാലേ എന്റെ നാട് വിട്ടു പോവുക. പോസ്റ്റ് ഓഫീസിലെ ചേഞ്ച് സക്സസിന്റെ കാര്യം പറയാൻ മറക്കണ്ട. നേരെ വൈകണ്ട, പോവാൻ നോക്കാം. അതൊക്കെ ഞാൻ അപ്പോ போன படத்துல ஒரு தானே ஜேவி. தங்கச்சிக்கு அடிக்கிறான், அக்காக்கு அடிக்கிறான்.
பொண்ணு நினைக்கிறேன். பொண்ணு அந்த இவரோட தங்கச்சி கிடையாது அது. அவன் அங்கே இருக்கான்னு நினைக்கிறேன். ஏய், இது மோகன்லாலோட தங்கச்சி. மோகன்லாலோட அக்கா அது அவன் பொண்ணு நினைக்கிறேன். அது வீட்டில் கூட படிக்க சொன்னா தண்ணி கேன் எடுத்து அவங்க தான் வந்துட்டாங்களே இங்கே. அதான்டா இங்கே தானடா இருக்காங்க. സേതു ഇവൻ ചുമ്മാ വളവളാന്ന് പറയണ. എടാ മാറി, ഇത് അവരുടെ ചേട്ടനാ സേതു. സേതു സീരിയസ് ആയിട്ട് എടുക്കരുത്, ഇതവന് സ്ഥിരം പറ്റുന്നതാ. നമ്മുടെ ASI ഗോപാലകൃഷ്ണൻ സാറിന്റെ മകനാ. ചന്തയിൽ കീരിക്കാരനല്ലാതെ മറ്റാർക്കെങ്കിലും മീൻ വാങ്ങി വെക്കാൻ പറ്റുന്നുണ്ടോ? അതും അവൻ പറഞ്ഞ ആശിന് ചോദിച്ചിട്ട് കൊടുക്കണില്ലേ? ഇവിടെ മാത്രമല്ല മീൻ ചന്ത, ഒരു 5 കിലോമീറ്റർ ഓടി പറയണ ആശ കിട്ടും. എന്നിട്ട് നിങ്ങൾ ഈ കച്ചവടം കൊണ്ട് നടക്കൂ. പണ്ടും കൂടുതലും റോഡിൽ കിടക്കും, വണ്ടിക്ക് തീയും വെക്കും. അനുഭവിക്കടാ. പട്ടാപ്പകൽ അസനക്കായ നടുറോഡിട്ട് വെട്ടിക്കൊന്നിട്ട് ആരെങ്കിലും കണ്ടോണ്ടായോ? അസനക്ക ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ കച്ചവടക്കാർക്ക് വല്ല പൊല്ലാപ്പുണ്ടായിട്ടുണ്ടോ? ഹൈദ്രോസ് പറഞ്ഞത് സത്യമാണ്. ആഴ്ചയിൽ 10-100 കൊടുത്താലും ഹസനുണ്ടായിരുന്നപ്പോ സുഖമായിരുന്നു. ജോസിന്റെ ഉമ്മാക്കിയൊന്നും നടക്കില്ലായിരുന്നു. ഇപ്പൊ ജോസിനോട് നേർക്കൊന്നും മിണ്ടാൻ ആരാ ഉള്ളത്? നമ്മൾ വിചാരിച്ചാലും നടക്കും. யார் தாண்டா அந்த ഇവനധികം ആയുസില്ല പോരുതേ. ഇവിടുന്ന് വാങ്ങിക്കണോ? മാതൂരിലെ പുതിയടാ ചേട്ടാ, അത് സൂക്കേട് വന്ന് ചത്ത പോത്താ. ഇങ്ങോട്ട് വന്നേ, ദേ നല്ല ഒന്നാന്തര ഇറച്ചി. ഇങ്ങോട്ട് വന്നേ, എത്ര കിലോ വേണം? ഇങ്ങോട്ട് വാ. വിട്, ഞാൻ അവിടുന്ന് വാങ്ങിച്ചോളാം. ഏത് പച്ചടത്തുനിന്നാ? ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോണ വേണമെങ്കിൽ. തമ്പിച്ചായ, അയാൾ എന്റെ കടയിൽ നിന്ന് വാങ്ങാൻ വന്ന ആളാ. കീരിക്കാടൻ ജോസേട്ടന്റെ കടയാണിത്. ഇവിടുന്ന് വാങ്ങിയില്ലെങ്കിൽ നീ നിറച്ച് തിന്നില്ല. എന്താടാ കീരിക്കാരന് മാത്രം ഇവിടെ ജീവിച്ചാ മതിയാ? നാക്കധികം ആടരുത്. കളക്ഷൻ എടുക്കടാ. എത്രയുണ്ട്? 1500. എന്താടാ വീട്ടിൽ തരാൻ താമസം? ബാക്കി കാശ് വീട്ടിലെത്തിച്ചോണം. എടാ പട്ടികളെ, നിലയ്ക്ക് നിന്നില്ലെങ്കിൽ എല്ലാറ്റിനെയും വെട്ടി പോത്തിറച്ചിന്റെ കൂടെ വിൽക്കും. കൊടുത്തോ. പറഞ്ഞാ പിന്നോട് ജീവിക്കണ്ടേ? പറയുന്ന സംശയം തോന്നിയ ഒരാളെ പിടിച്ചു കൂട്ടിക്കൊണ്ട് തല്ലി ചാച്ച് ചപ്പിലേക്കാഞ്ഞു. പിന്നെ 5-6 മാസം കിടന്ന് നീതി വാങ്ങിട്ടാ ചത്തേ. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ ജോസ്. 8-10 കൊലക്കേസിലെ പ്രതിയാ. ശിക്ഷിച്ചതോ വെറും 3 കേസില്. ജോസിന്റെ നേരെ ഒന്നിങ്ങനെ കൈ ചൂണ്ടിയാൽ പിറ്റേന്ന് അവന്റെ ശവം ഉറപ്പാ. തിരുവനന്തപുരത്ത് വലിയ വലിയ സ്ഥാനങ്ങളിൽ പിടിപാടുള്ള ആളാണ്. പിന്നെ ഈ പാവപ്പെട്ട പോലീസുകാർ ഞങ്ങൾ എന്ത് ചെയ്യാന്നാ പറയുന്നത്? എങ്ങനെങ്കിലും ഇവിടെ നിന്ന് வாங்கிட்டார கட்சியில் வாய் குத்து மாட்டின்னு. ஐயோ என்ன போ இது கிரௌட்லாம் ஐயோ ஜோஸ் மேலே கை வச்சிட்டா. பட்ட பகலே ஜோஸ் அவன் கண்டிப்பா நம்ம ஊருக்காரனா இருக்க மாட்டான். ஐயோ செவன் பிளாக் அசால்ட் ஆச்சு போட்டுருக்கு. தெரியலையே, ரோல் இவன் தான் ஜோஸா? என்னடா அப்பா ஃபர்ஸ்ட் உட்காந்து வேடிக்கை பார்த்து. கிளியர் விஷன் கிடைச்சிருக்காரு. கராத்தேவா போடு ஒரே அடி போயிட்டான். எனக்கு தெரிஞ்ச அந்த ஸ்டார்டிங் மோன்டாஜ் வந்துச்சு அதான் நினைக்கிறேன். ஓ இதில் தான் தூக்கி இது பண்ண ஓடுது. அதான் அந்த ஃபர்ஸ்ட் ஃபைட்டு காட்டியிருந்தாங்க. ஐயோ இவன் யாரா சம்மந்தம் மேல வெட்டி சண்டை போட்டு ஜோஸ் எங்க ஆளு காணோம். ஜோஸ் இதுதான் போகுதுல அந்த ஸ்டார்டிங் வந்துட்டாச்சு. கிளைமேக்ஸ் இங்கே வந்துச்சு. தமிழில் அப்படி தானே இருக்கும். தமிழில் லாஸ்ட்டு இது வேலை கிடைக்காம அவர் வந்து நிற்பார். இல்லை ரவுடி ஆனந்தான் தானே வேலை கிடைக்காது பண்ணிட்டான்டா.
അവர்தான் ஜோஸ் போலடா. ഡോക്ടർ എങ്ങനെയാണ് അവസ്ഥ? പരമേശ്വരന് ബോൺ ഫ്രാക്ചർ ഉണ്ടെന്നേ ഉള്ളൂ. ബട്ട് ജോസ് ഈസ് വെരി സീരിയസ്. ഹെഡ് ഇഞ്ചുറിയാണ്. 24 hours കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് വാശി പിടിക്കുന്നുണ്ട്. എവിടെ കൊണ്ടുപോയാലും ഹെഡ് ഇഞ്ചുറിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ. ഈസ് എ ക്രിമിനൽ, ഇസ് ഇറ്റ്? നൊട്ടോറിയസ്. എല്ലാവരും ആഗ്രഹിക്കുന്ന അയാളുടെ മരണമാണ്. ഞാൻ പോലും. ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. നാട്ടിലൊക്കെ മരിച്ചു എന്ന അറിവ്. അതവിടെ ആളുകൾ ആഘോഷിക്കുകയാണ്. ഇനിയിപ്പൊ എന്റെ വീട്ടിൽ പോയിട്ടുണ്ടാവോ? അവിടെ ആവുമ്പോ പെട്ടെന്നാരും അന്വേഷിച്ചെത്തില്ലല്ലോ. ഏയ് അങ്ങോട്ടൊന്നും അവൻ പോവില്ല. നമുക്ക് ഒരു നല്ല വക്കീലിനെ കണ്ടെന്ന് ആലോചിച്ചാലോ? ഇനിയിപ്പോ ആരെ കണ്ടിട്ടെന്താ പ്രയോജനം? എല്ലാം പോയില്ലേ. ഛേ, നീ അമ്മൂനേക്കാൾ കഷ്ടമായാലും എങ്ങനെയാ അച്ചു? നീയല്ലേ ആ പിള്ളേർക്കും അമ്മൂനൊക്കെ ധൈര്യം കൊടുക്കേണ്ടത്? ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു പറ. അയാളെ മരിച്ചുപോയാൽ എന്റെ മോൻ കൊലക്കേസ് പ്രതിയാ. യൂണിഫോം ഇട്ട് കാണാൻ കൊതിച്ച. ഇക്കാലത്ത് കൈ കാശുണ്ടേ കൊലക്കേസൊക്കെ വെറും പെറ്റി കേസാ. ഈ ജോസേനെ 8-9 പേരെ കൊന്നിട്ടുള്ളവനല്ലേ. ശിക്ഷിച്ച എത്രയാ? അത്രേ ഉള്ളൂ. പോലീസ് ജീപ്പാ. നമ്മുടെ മോനാണെങ്കിൽ അവൻ കുറ്റം ചെയ്തവനാ സാർ. അവൾ അറിവില്ലാതെ. മകനെ രക്ഷിക്കണമെന്നൊരു അമ്മ ആവശ്യപ്പെടുന്നത് അറിവില്ലായ്മയാണോ ചോദിച്ചാൽ? ഞാനൊരു പോലീസുകാരനായി പോയില്ലേ സാറേ? എന്ന് വെച്ചാൽ നമ്മൾ അത് മാത്രമല്ലല്ലോ. അമ്മയുടെ മകന്റെ അബദ്ധം പറ്റിയാണെന്ന് എനിക്കറിയാം. എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്യാം. പോരെ, സമാധാനമായിട്ട് പോയിക്കോളൂ. ഞാൻ സംസാരിക്കാം. ചെന്നാ அவர்தான் அவன் சாவணும்னு எனக்கும் இஷ்டம் தான்ட்டாரு. നിങ്ങളൊന്ന് അപ്പുറത്തേക്ക് പോണം. യേശു അപ്പുറത്തേക്ക് പോ. നിങ്ങളും പോണം. അതെ, ഞാൻ മനസ്സിലായില്ലേ? മനസ്സിലായി. അവിടെ ചെന്ന് മറന്നു നിൽക്കണ്ട. മനസ്സിലായില്ലേ? ആ. അച്യുതനായരെ, നമ്മൾ പലർക്കു വേണ്ടിയും പലതും ചെയ്തിട്ടുണ്ട്. കാണാത്തതിനെ കണ്ടുവെന്നും കണ്ടതിനെ കണ്ടില്ല എന്നും നടിച്ചിട്ടുണ്ട്. എല്ലാം മറ്റാർക്കു വേണ്ടി. നമുക്ക് വേണ്ടിയും ചിലതൊക്കെ കണ്ടില്ല എന്നടിക്കാം. FIR-ൽ സേതുമാധവൻ പ്രതിയല്ല. പൂർവ്വവൈരാഗ്യമുള്ള മറ്റേതോ റൗഡിയാണ് പ്രതി. നമ്മൾ മൊഴികൾ എടുത്തിരിക്കുന്നതും അത്തരത്തിലാണ്. അത് വേണ്ട സാറേ, ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല. വേണ്ട. ആര് പറഞ്ഞു കൂട്ടു നിൽക്കണമെന്ന്? ரொம்ப ഇതില്ല ഒരു ചേട്ടൻ അറിയാം ആരാണെന്ന്. ജോസിന്റെ മുഴുവൻ എടുക്കുന്നത്. നിങ്ങൾ സംസാരിക്കണ്ട. എനിക്ക് ബോധമുണ്ട്. അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ജോസേട്ടൻ എന്താ ഈ പറയുന്നത്? അവനെ എനിക്ക് വേണം. ജയിലിൽ പോയി രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും ജോസേട്ടൻ ഉണ്ടായിരുന്നപ്പോ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ചന്ത ഉറങ്ങിയ പോലെ ഒന്നിനും ഒരു സ്പെഷ്യൽ എഴുതി വിട്ടോ. ആരെയും സേതു അറിയില്ലേ? നമ്മുടെ പുതിയൊരു പോലീസുകാർ അച്ഛനാരില്ലേ? അങ്ങേരുടെ മോനാ. அவருக்கு மாம்பிள் வாங்குறாரு போல. ரெடி வச்சிருந்த கத்தி. ஆண்டவரே, ഞാൻ എന്റെ ജോലിയാ ചെയ്തത്, എന്റെ ഡ്യൂട്ടി. അതിനിടെ ചിലപ്പോ ചത്തുപോയെന്ന് വരും. ഞാൻ ചെയ്തൊരു മകന്റെ കടമയാ. അതിനെന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ സ്വീകരിക്കാം. നീ നിന്റെ ഭാവിയെ കുറിച്ച് ഓർത്തില്ലല്ലോ മോനെ? ഓർത്തു, എല്ലാം ഓർത്തു. പക്ഷെ സംഭവിച്ചു പോയി. അതിലുള്ള വേദനയുള്ളൂ, പിന്നെ കുറച്ച് ഭയവും. ഈ ജോസോ പരമേശ്വരനോ ശരിക്കൊന്ന് കൈവീശി അടിച്ചാൽ ഞാനില്ല. ഒരു ദിവസം അവര് വരും. വരുന്നത് എന്റെ ജീവന് വേണ്ടിയാ. സേതുവേട്ടൻ ഇനി ആ നശിച്ച നാട്ടിലേക്ക് പോകണ്ട. പോകാതിരുന്നിട്ട് കാര്യമില്ല. വിധി എന്താണെങ്കിലും എല്ലാം നാദാരി പാർക്ക് பண்ணதால എവിടെയായാലും அவரோட வெஞ்சன்ஸ் ஆரம்பிச்சாரு. ദേവി എന്ത് പറഞ്ഞതാ? അവള് വലിയ ടീച്ചർ ചമഞ്ഞു, അത്ര തന്നെ. ചൂരനെടുത്ത് കൈവെള്ള നാളെ തന്നോ? ഇതെന്താണാവോ?
ഇത് അച്ഛന്റെ പഴയ കത്തിയാണല്ലോ. പാട്ടി ഇതെങ്ങനെ വന്നു ഇതില്? പാട്ടി പാർസൽ പണി കൊടുത്തു. മുത്തശ്ശി ചെറുമോനെ സമ്മാനിച്ചതായിരിക്കും. ഇല്ലടാ, ഒരു സമ്മാനം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സമ്മാനം ഇയാളെ അറിയോ? മനസ്സിലായില്ല, ആരാ? സേതു. അയ്യോ സോറി, ക്ഷമിക്കണം, നമ്മളൊന്നും പരിചയമില്ല, അതുകൊണ്ടാ. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. സാർ ഇരിക്ക. രാജാ, സാറിന്റെ സൗകര്യമുള്ള സ്ഥലത്തോണ്ട് ഇരുത്ത്. ഇരിക്കാം. എന്താന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കഴിക്കാം. ഹൈദ്രോസും അളിയനും ഒക്കെ വരാറുണ്ട്. നിങ്ങളെ മോൻ ഏതായാലും നശിക്കാൻ തീരുമാനിച്ച് അതിന് നാട്ടുകാരെ കൂടി ചീത്താക്കണം. എന്താ? അല്ല, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിങ്ങളെ മോൻ ബാറ് കയറി തല്ലുണ്ടാക്കി. എന്റെ നജീവിന് ആ ഗോപാലൻ താറിന്റെ ചെക്കനും കൂടെ കൂട്ടിയിട്ട് പോയിന്. പിടിച്ചു മാറ്റാൻ ചെന്നപ്പോ ദേ ഇവന്റെ തല ഈ വണ്ണത്തിലാ മുഴിച്ചിരിക്കണേ. അല്ല, സേതു എന്തും വിചാരിച്ചിട്ടാ ഇറങ്ങിക്കണേ. അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാനെന്താ ചെയ്യാ? വിശ്വാസല്ലേ ബാറിൽ ചെന്ന് ചോദിക്ക്. ടൗണിൽ പാട്ടാ. അച്ഛാ, നാളെ ഞങ്ങൾ റിസൾട്ട് അറിയും. എവിടെയാ തെമ്മാടി? നിന്റെ ചേട്ടൻ അകത്തുണ്ട്. സേതു, എന്താ അച്ഛാ? നീയോ നശിച്ചു, നാട്ടുകാരുടെ പിള്ളേരെ കൂടെ നശിപ്പിക്കണം. അയ്യോ, എന്തായി കാണിക്കണേ? എന്റെ മോൻ എന്താ തെറ്റാ ചെയ്തേ? മോനോട് ചോദിക്ക്. എന്താണ് ഉണ്ടായത്? എനിക്കറിയില്ലമ്മേ. അറിയില്ലേ? കള്ളത്തരം പറയുന്നോ? നിന്റെ ഒന്നുമോൻ കള്ളു കുടിച്ച് വാറിക്കണം തല്ലുണ്ടാക്കി. ആ ഹമീദിന്റെ മോനെ കൊണ്ടുപോയി തല്ലുകൊള്ളിച്ചു. നേരാണോ മോനെ ഈ കേക്കണേ? ഇല്ലമ്മേ, ഞാൻ വഴക്കുണ്ടാക്കിയിട്ടില്ല, മദ്യം കഴിച്ചിട്ടില്ല. ആഹാ, ഇപ്പൊ ഹമീദ് തടഞ്ഞു നിർത്തിയോണ്ട് പറഞ്ഞതാ ആ ചെക്കന് ഇവന് വേണ്ടി തല്ലുകൊണ്ടത്രേ. ഈ നാട്ടുകാരെ മുഴുവൻ നീ ശത്രുക്കളാക്കും. നാട്ടിലെ സേതുവിന്റെ ചിത്രം വേറെയാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങളുടെയൊക്കെ മനസ്സിലും ഞാൻ മാറുകയാണ്. എന്താടോ കറങ്ങി നടക്കുന്നേ? അനിയന്റെ റിസൾട്ട് അറിയാൻ പോയതാ. ആ, ജയിച്ചോ? ക്ലാസ് ഉണ്ട്. താൻ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് കേട്ടു. അന്ന് തന്നെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അബദ്ധമായില്ലേ? എന്താ മറ്റൊരു ജോസാവാനാണോ ശ്രമം? സാർ അങ്ങനെ പറയുന്ന വിഷമമുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? താൻ ആ ബാറിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? സാർ അത് ഞാനല്ല. നുണ പറയണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. പിന്നെ താൻ പല സ്ഥലത്ത് നടന്ന് വെല്ലുവിളിക്കുന്നത് കേട്ടു. ഞാനോ? എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. അത് മതിയല്ലോ. ഹൈദ്രോസ് തന്റെ ബോഡി ഗാർഡാണ്. ഇവല്ല സാർ. താൻ വന്നിറങ്ങിയത് മുതൽ അയാളുണ്ടല്ലോ കൂടെ. അയാളെയും തന്റെ അളിയനെയും കൊണ്ട് റൗഡി പിരിവ് നടത്തുന്നുണ്ടോ? സാർ, മഹാഭാവം പറയരുത്. എന്റെ മുന്നിൽ വിളവെടുക്കരുത്. പല അഭിനയവും ഞാൻ കണ്ടതാ. താനൊരു പാവാണെന്ന് വിചാരിച്ചാ തന്റെ അരികെ ദയയും ദാക്ഷിണ്യവും കാണിച്ചത്. പിന്നെ തന്റെ അച്ഛനോടുള്ള ബഹുമാനവും. മര്യാദക്ക് അല്ലെങ്കിൽ ഇടിച്ച് നട്ടലിയാ ഒരു ജോസിനെ ഞാൻ വളർത്തില്ല. മനസ്സിലായടാ? ഓക്കെ, പേടിപ്പിക്കണ്ട. ஆக்சிலரேஷன் டாப்ல இருக்கு இவ்வளவு வண்டி. ഇവര് പോലെ ഇച്ചിരി കാശ് വേണമല്ലോ രാമകൃഷ്ണ. അയ്യോ, കച്ചവടം ഒന്നും ആയില്ലല്ലോ. ഇനി എപ്പോഴാണാവോ കച്ചവടം ആവുക? എപ്പോഴെന്ന് ചോദിച്ചാലും കച്ചവടം ആയില്ല. ഒരു ദിവസം എനിക്ക് ദേഷ്യം കയറുണ്ടല്ലോ. ഇതൊക്കെ വലിച്ചു വലിച്ച് താഴെ മേലോട്ട് തന്നെ ഞാൻ ചവിട്ടും. போடு. அவர் ரீச் ஆயிட்டாரு. இப்ப என்ன தெரியுமா இடம்? ஜோஸ் அடிச்ச, ஹைட்ரோஸ் அடிச்ச, அந்த போலீஸ் அடிப்பா தானே? ஒன்றும் காலி போடு. ഇത് പോലീസ് ട്രെയിനിങ് വൈകില്ല, അന്നത്തെ അച്ഛൻ എല്ലാം. എന്റെ പേരിൽ ഒരുത്തനും പണം കൊടുക്കരുത്. ഞാൻ കേടിയല്ല, എനിക്ക് ആ പണവും വേണ്ട. ആരെ കൊന്നിട്ടാ നീ വരണത്? കൊന്നില്ല, ഞാൻ ഒരാളെ അടിച്ചു, ഹൈദ്രോസിനെ. എന്റെ പേര് പറഞ്ഞ് കാശ് പിടിച്ചിട്ടാ. പിന്നെ നിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അവന് കാശ് പിരിക്കാൻ. ഇവരെയൊക്കെ തല്ലാനും നേരെയാക്കാൻ നീ ആരാ? ആദ്യം സ്വയം നന്നാകടാ. പതിക്കുന്നത് ഇതേ വേലയെ പറഞ്ഞിരുന്നത്. നീ രമണേട്ടനെ എന്തിനാ അടിച്ചത്? ഞാൻ അടിച്ചില്ല, പക്ഷെ ഇനി തെണ്ടിത്തരം കാണിച്ചാ ഞാൻ അടിക്കും. എന്താ രമണ? എന്തേ? ഞാൻ ജീവനും കൊണ്ടെങ്കിൽ പോകുന്നു. അന്തസ്സുള്ളവർക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല. എനിക്ക് വേണേ 2-3 മാസം ഇവിടെ വന്ന് താമസിക്കാം. കൃഷ്ണമാവനത് സന്തോഷമേ ആവുള്ളൂ എന്ന് എനിക്കറിയാം. സ്വന്തം വീടല്ലേ, ആപത്ത് വന്നാ കൂടെ നിൽക്കണ്ടേ എന്ന് കരുതി നിന്നതാ. നിർത്തി. ഇനി എങ്ങനെ വേണേ ആയിക്കോട്ടെ. നീ കാര്യം എന്താന്ന് വെച്ചാ പറയണ രമണ. ഞാനൊരു കൊലക്കേസിൽ പ്രതിയാവേണ്ടി വന്നേനെ. സേതു ഇന്ന് ഒരു റൗഡിയെ തല്ലി കൊല്ലാറാക്കി. പിടിച്ചു മാറ്റാൻ ചെന്ന എന്നെയും തല്ലി.
എന്നിട്ട് ഇവനിതെന്ത് പറ്റി എന്റെ ഈശ്വരാ? താത്ത മര്യാദ ഏടി പണം പിരിച്ചതിന്റെ തർക്കമാ. ഒരാഴ്ച മുമ്പ് ബാറി തല്ലുണ്ടാക്കി. ഇങ്ങനെ പോയ ആയുസില്ല കേട്ടോ വിഷമാവാ. ഈ ചട്ടമ്പിയായിട്ട് നടക്കുന്നവൻ എന്റെ മോളെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ വെറുതെ കാള പറ്റൂന്ന് കേട്ട് കയറെടുക്കണ്ട. അവനെ എനിക്കറിയാം, ഞാനിത് വിശ്വസിക്കില്ല. ஏன் எல்லாரும் இது மாதிரி இவ்வளோ காண்டாக்குறாங்க? அவன் பர்ஃபெக்டாக இருந்ததால இதான் சாகுன்னு சொல்லிட்டு வச்சு நோக்குறாங்க. വന്നൂണ് കഴിച്ചു കിടക്ക. വേണ്ട, എനിക്ക് വിശപ്പില്ല. ആ പരമേശ്വരൻ വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ നല്ലത്. എന്താണ് പരിപാടി എന്ന് അറിയുന്നവരെ അവന്റെ കണ്ണിൽ പെടണ്ട. എവിടെയാ ഇരിക്കുന്നതെന്ന് അറിഞ്ഞാൽ അത്യാവശ്യം എന്താണെന്ന് വെച്ചാ ഞാൻ എത്തിച്ചോളാം. വേണ്ട, കുഴപ്പമില്ല, ആരും സംശയിക്കാൻ ഞാൻ എത്തിച്ചോളാം. കുഴപ്പമുണ്ട്. സേതുവിന് വേണ്ടി നിങ്ങൾ ആരും നശിക്കണ്ട. അറിയിച്ചതിന് നന്ദി. വയ്ക്കോ. അല്ല സേതു, கத்திட்டு போறாரா? தாத்தாவோட கத்தியில லெகசி மெயின்டைன் பண்ண போறாரு. നമ്മൾ രക്ഷപ്പെട്ടടി. എന്താ? SI സെലക്ഷന്റെ ലിസ്റ്റ് വന്നു. സേതുവിന് സെക്കൻഡ് റാങ്ക്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. നിനക്കുള്ളത് ഇന്റർവ്യൂ കാടാ, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന്. ചെക്കന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? അവനെവിടെയാ പോയെ? ഇതൊന്ന് പറയാൻ. இதுக்கப்புறம் டியூட்டி ஜாயின் பண்ணுமா? செகண்ட் வந்துட்டார்ல, இப்போ டியூட்டி ஜாயின் பண்ணுமா? രക്ഷപ്പെട്ടു പോയിക്കോ. 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കൈയും കാലും പറ്റി എറിഞ്ഞില്ലെങ്കിൽ ഈ പരമേശ്വരൻ സ്വയം കുത്തി മരിക്കണ. கையை அவ்வளோ ആരും കാണാതെ അതിനകത്ത് കിടന്ന് ചത്തുപോകാണ്ടിരിക്കാനാ. தற்காப்பு கட்சி கேஸ்லாம் கிடக்கா? അച്ഛനാരെ, தற்காப்பு கட்சிங்கிற இதெல்லாம் கிடக்கா? SI ചെന്ന് വിളിച്ചപ്പോ മറുത്തൊരു അക്ഷരം പറയാതെ അവൻ കൂടെ പോന്നു. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ അവനെ തൊട്ടിട്ടില്ല. നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നതല്ലേ. ആ പരമേശ്വരന്റെ 2 കൈന്റെ എല്ലാം എടുത്ത് കളയേണ്ടി വന്നു. ഒരു കണക്കിന് നന്നായി. അക്കൈ കൊണ്ട് ഇനി അവനൊന്നും ചെയ്യില്ലല്ലോ. கையே இதாகிட்டு இருக்குதுடா. எடுக்கு. இப்போ டியூட்டியில் பண்ண மாதிரி நானும் கேஸ் ஆகாதா? ரிப்போர்ட் ஆகாமல் டியூட்டி செலக்ட் தான் இருக்கான். ஓகே. இப்போ இது கேஸ் போட்டால் இஸ் எ கிரிமினல். ஓ. ഇവനെ കൊന്നുകളഞ്ഞേരി സാറേ. എനിക്കിനി അവന് വേണ്ട. கொஞ்ச நாள் வீட்டில் இருந்தா வேண்டான்னு சொல்லிட்டு போத்துக்கு அவனா ஒரு டம்ளர் டீ ஆகும். അച്ചു വന്നിട്ട് പോകാമെന്ന് കരുതി.
ഒരു കാര്യം സംസാരിക്കാനുണ്ട്. വരൂ. വീട്ടിൽ ഭാരതിയും അവളുടെ ബന്ധുക്കളും ഒക്കെ വളരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവിയുടെ വിവാഹം ഉടനെ നടത്തണമെന്നും പറഞ്ഞു. ഞാനും അത് ആലോചിക്കുകയല്ല. വിവാഹം കഴിക്കുമ്പോൾ അവനൊരു ഉത്തരവാദിത്വ ബോധമൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ തന്നെ സെലക്ഷനായി, നിയമനവും അടുത്ത് തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന അതല്ല. ഭാരതിയുടെ വകയിൽ ഒരു ആങ്ങളയുടെ മകൻ ദുബായിലുണ്ടല്ലോ, ശിവശങ്കരൻ, കൊരട്ടിയിൽ മടത്തിപ്പറമ്പില്. അയാളുടെ ഒരു ആലോചന ഇങ്ങനെ മുറുകി നിൽക്കുക. എനിക്കൊട്ടും മനസ്സിലായിരുന്നു. ഇവിടെ വന്ന് അറിഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുമ്പോ വെരിഫിക്കേഷൻ കൂടി കഴിഞ്ഞാൽ താൻ രക്ഷപ്പെട്ടു. പിന്നെ കാക്കിയുടെ ആത്മബലവും വലിയൊരു ഫോഴ്സിന്റെ പിൻബലവും ഉണ്ടല്ലോ. ഇനിയൊരു ആലോചനയ്ക്ക് ഒരുക്കത്തിന് സമയം കളയണ്ട. എത്രയും പെട്ടെന്ന് ഈ സ്ഥലം വിടണം. ആദ്യം ജീവൻ രക്ഷിക്കും. എവിടെടി നിന്റെ മോൻ? പറഞ്ഞില്ലെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. അവനെ കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനെയും കൊന്ന് ഞാൻ കുഴിച്ചു മൂടും. ഞാൻ ഇനിയും വരും. കൃഷ്ണമോനെ കണ്ടപ്പോ ഒരു കാര്യം അറിഞ്ഞു. ജോസും പാർട്ടിയും ഇന്നലെ രാത്രി വീട്ടിൽ കയറി വലിയ അക്രമം കാണിച്ചു. അച്ഛനും ഉണ്ടായിരുന്നില്ല. രമേശനും അമ്മയും ആശുപത്രിയില. എന്നെ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവരെന്റെ കുടുംബം തകർക്കും. എനിക്ക് വേണ്ടി അവര് ഇല്ല. ഞാൻ പോവും. സേതു, നമുക്കൊന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കാനൊന്നുമില്ല, പോയേ തീരൂ. നീ കാശ് കയ്യിൽ വെച്ചു. ഇനി എനിക്ക് പണം വേണ്ട. ഇത് வந்து தெரியாதுல்ல. സന്തോഷായി. நல்ல மனுஷன் எப்படி ஆகி விட்டான். നിന്റെ മോൻ കരയുന്നു. അവനെ கூட சுத்தி இருந்தானு பத்தியா, ரெண்டு ஃப்ரெண்ட்ஸ் அப்புறம் அந்த பிரதர் இல்ல டீசென்ட்டா வந்து அவர் அந்த ஃபர்ஸ்ட் சண்டே போட்டு அமைதியா இருந்தாரு. அப்ப என்ன பண்ணிறாரு ரெண்டலா? போலீஸ் என்ன பண்றாங்க? നീ നന്നായിട്ട് പഠിക്കണം. ஒரு டீமை ஃபார்ம் பண்ணி போட வேண்டியதுடா. വക്കീലൊന്നും அந்த டைம்ல அவள போலீஸ் கிடையாது. அது கிடையாது ப்ரோ. ഒരു സബ് ഇൻസ്പെക്ടർ ആവണം. இல்ல அந்த என்கவுண்டர்ல கிடையாது. നീ നടത്തി കൊടുക്കണം. ஆனா என்னன்னா வந்து இவன் வந்து அவன் வந்து ஒரே ஒரு மர்டர் தானே பண்ணிருக்கான். அதுக்கு முன்னாடி இருந்தான். அதுக்கப்புறம் அவன் எதுவுமே பண்ணல. നിന്നോട് എന്താ ഏട്ടൻ பப்ளிக் പറയാ? நியூசன்ஸ் பண்ணுறாங்க. വെച്ചു വിളമ്പാൻ ധാരാളം ആളുകളുള്ളൊരു വീട്ടിലേക്ക് വീട്ടമ്മയായി നീ കല്യാണം കഴിച്ച് ചെല്ലണം. മണ്ടൂസ് இதெல்லாம் போட்டுருக்காங்க. അമ്മ എവിടെ കിടക്കുന്നത്? இல்ல இந்த ஆளால வருது. அந்த ஊர்லயே ஒழுங்கா இவரு கம்முன்னு இருந்திருந்தாருன்னா அந்த ஊர்லயே போஸ்டிங் வாங்கி அந்த கனவு கண்டாரு பத்தியா ஃபர்ஸ்ட் அந்த மாதிரி சீன் போயிருக்கும். துடுப்பா வாயை விட்டு வேற ஒரு ஊர்ல வந்து மாட்டிக்கின்னு
ஆமா 2 பேர் அதுக்குள்ளே வேணான்னு இருக்கும்போது சமாளி வச்சாரு. படின்னு நம்புகிறாரு. ചിരിക്കണ്ട. நிஜமாலே இல்ல அவர் ரோட்லேயே படுத்துடுறாரு மாட்டினாடா. இவர் ஒரு கத்தி வச்சிருந்தாரு எங்கடா தூக்கி போட்டார் போல. அவர் கட்டைக்கே போயிட்டான். அவ்வளோதான் முடிச்சு. இந்த ஷீஃபுல் கேம்ல வெப்பன் கிடைக்கும். எல்லாரும் அடி வாங்க இப்போ வாங்க எல்லாரும் அடி. சோலி முடிஞ்சு. இதுதானே வந்திருக்கு கட்டையில் வச்சாரு. மட்டும் வந்து அவ்வளோ கஷ்டப்பட்டு അടുത്തേക്ക് വരരുത്. സേതു അടുത്തേക്ക് വന്ന ആരാണെന്ന് നോക്കില്ല. വരരുത്. സേതു കത്തിടാൻ അടുത്ത ജോസ് ആയിട്ട് സേതു സേതു വരരുത്. நீ நடிகர் அவரோட കത്തിടായിടാ. കത്തിടായിടാൻ അവർ എടുക്കരുത്. പോലീസ് റിപ്പോർട്ടാണ്. അയാൾ യോഗ്യനല്ല. അയാൾ ഒരു നൊട്ടോറിയസ് பண்றதெல்லாம் பண்ணிட்டு கிரீடம் ஒன்னே ஒன்று தான் வந்து ஸ்பதிகம்லேயே ஒரு தான் அப்போ இவர் பண்ணால தான் அவர் அப்படி ஆயிட்டார். இதுலேயும் அதே தான் பண்ணிட்டார். ஆனால் ஒன்று நோட்டீஸ் பண்ணியா, நம்ம பார்த்த 2 மோகன்லால் படமும் சூப்பராக இருந்துச்சு. நம்ம காம்போ இதுக்கு முன்னாடி காம்போ வந்துச்சு செத்துறேன் நான் இங்கே எஸ்கே போயிட்டேன். ஸோ படம் வந்து என்னன்னா நல்ல சூப்பராக, ஏன்னா எந்த சீனுமே வந்து தேவையில்லைன்னு எனக்கு தோணல. எல்லாமே இந்த போயிட்டு இவர் அப்பப்போ போயிட்டு ஊருக்கு போயிட்டு அந்த இங்கே வந்துட்டாங்க, அப்பப்போ அங்கே போயிட்டு பேசிட்டு வர்றதுலாம் கூட ஓகே ஃபைன் நல்லா தான் இருந்தது. ஏன்னா நிறைய பழைய மூவிலாம் எடுத்துன்னு வச்சுக்கேன், நம்மளுக்கு தேவையில்லாமல் எதுக்குடா இதெல்லாம் வச்சாங்க அன்வான்டாக இருக்கும் அப்படின்னு. பட் ஆனால் எல்லாமே வாண்டடான சீன் கரெக்டாக எடிட் பண்ணி கட் பண்ணியிருக்கோம். சந்தர்ப்பத்தினால இவர் லைஃபே வந்து இது வச்சு எனக்கு தெரிஞ்சு டேடி தான். அவர் ஒழுங்கா அந்த எம்எல்ஏ பையன் வந்து கார் எடுத்துட்டு வந்து குத்துட்டு போயிட்டு காரை குத்துட்டுப்பா திறமை பண்ணப்பா விட்டுருப்பா அப்படின்னு சொல்லியிருந்தா அழகா அந்த ஊர்லேயே இருந்திருக்கலாம், போஸ்டிங் கச்சிருக்கும். அதோட இங்கே அந்த ஒரு கேங் ஃபைட் நடக்கும் நடுவில், போலீஸ் தடுத்தாரு போகாதுன்னு இவர் போயிட்டு அந்த ரவுடி போய் அடிச்சுட்டு இது பண்ணிட்டுக்கிறாரு. சரி அது கூட போலீஸ் வேலை போயிட்டு அவர் பண்றாரு. அங்கதான் அவன் எம்எல்ஏ பவர்ஃபுல்லா இருக்கிறானே, அவங்க கிட்ட போயிட்டு சரிங்க சார் அப்படின்னு சொல்லிட்டு வந்துனே இருந்திருக்கலாம். இவரு ஈகோ ஸ்டிக்னால எம்எல்ஏ பையனை அட்டாக் பண்ணாரு, இவன் பையன் லைஃப் நாசம் போச்சு. ஆனா இவரும் பாவம் கஷ்டப்பட்டு படிச்சு எக்ஸாம்லாம் போயிட்டு
பாவமாக இருந்துச்சு. ஆனால் உண்மையிலே ஒன்றுமே பண்ணலடா, அவர் பேசியே அப்படி ஆகிட்டானுங்க. கூட வர ஒரு 3 பேர் இருந்தாங்க, 2 ஃப்ரெண்ட்ஸ், மச்சான். பிரதர் இன்லா, மச்சான்லாம் நல்லா எச்ச வேலை பார்த்தோம். அப்புறம் ஹைட்ரோஸ்னு ஒருத்தர் இருந்தாரு, அவரும் ஹைட்ரோஸோட இவன் தானே வீட்டில் போயிட்டு கொளுத்தி போட்டான் வேற மாதிரி. இவன் அங்கே போய் சொல்லாமல் இருந்தால் கூட தெரிஞ்சிருக்காரு. இவர் வந்து கேட்கவே இல்லை. ஆனால் இவர் போயிட்டு இவர் வந்து வேலைலாம் விட்டு காசு வேணும்னு சொல்லிட்டு காசு கேட்டு இது பண்ணி, ஏன்னா அவர் போலீஸ் வேலை வரக்கூடாதுன்னு பண்ணாரா என்னன்னு தெரியல. படம் வந்து ரொம்ப நல்லா இருந்துச்சு உண்மையிலே. நடுவில் யார் எந்த கேரக்டர்னு மட்டும் கொஞ்சம். உனக்கு எப்படி இருந்துச்சு? நீ தமிழ் பார்த்துருக்க, இது எப்படி இருந்துச்சு? இல்லை தமிழ்ல ஆனால் இவ்வளோ இருக்காதுடா, இவ்வளோ ஃபைட் ஹீட்லாம் இருக்காதுடா. அவர் ஏதோ நடுவில் ஏதோ ஃபைட் பண்ணிடுவாரு, அதனால வந்து போஸ்டிங் கேன்சல் பண்ணிடுவாங்க. ஸோ அந்த மாதிரி தான் இருக்கும். ஆனால் இவ்வளோ வந்து இது நல்லா ஏன்னா டிஃப்ரென்ஸ் நிறைய இருக்கு இங்கே. அதில் வந்து த்ரிஷா கேரக்டர் வந்து தெரியாதவங்க ஒருத்தவங்க அந்த மாதிரி கேரக்டர் வரும். அப்புறம் அந்த விவேக் கேரக்டர் கூடயே ஃபாலோ பண்ணுவோம். அந்த கொஞ்சம் பேஸ் எடுத்துட்டு தமிழ்ல கொஞ்சம் எக்ஸ்டெண்ட் பண்ணிருக்காங்க. பட் ஆனா இது நல்லா இருந்தது. இது ஏன்னா கடைசி ஃபைட் அப்போலாம் ரியல் ஃபைட். அது கேமராமேன் எங்க நிக்கிறதுன்னு தெரியல, ஒரு கேமராமேன் வச்சு வலிக்கு அப்போ அதையும் வந்து கீழே குஞ்சு கேமரால எடுத்துட்டு. ஆனா ஒண்ணு பாத்தியா, இடம் எல்லாம் பாக்குறதே இல்ல. ரோடா இருந்தாலும் சரி கட்டி உருண்டு புரண்டு சண்டை போட்டுறாரு. அது நல்லா இருந்தது. அதான் அந்த ஸ்பதிகம், இது வந்து ஸ்பதிகத்துக்கும் முன்னாடி இல்ல இது. அந்த எனர்ஜி லெவல் இருக்குது அப்படியே. இன்னொன்று வந்து இவர் ரவுத்திரம்ல பார்த்தனா படம் சைலண்டாக இருப்பான், ஆனால் ஃபைட்டுன்னு வந்துட்டா வச்சு அதே மாதிரி தான். ஸோ இதுலேயே வந்து அவர் பாட்னு வேலையை பார்க்குறாரு, அவர் தேவையில்லாமல் சீண்டி எதுவுமே பண்ணல. நல்ல மனுஷன், நல்ல மனுஷன். எனக்கு இதில் இந்த படம் இருந்துச்சு பார்த்தியா, அந்த மறந்துடுவார். இது அது பேர் நல்ல படம்டா. படம் பேர் ஞாபகம் வர மாட்டேங்குது. சரி, அந்த படத்துல வந்து பாவமாக இருக்குன்னு சொன்னாங்க. அதை விட எனக்கு இந்த படம் தான் வந்து பாவமாக இருக்கு ஒரு பார்க்கறதுக்கு. ஏன்னா லிட்டரலி ஒன்றுமே பண்ணல. அவர் பாட்டு அவங்க அப்பா சொன்னாருன்னு சொல்லிட்டு எக்ஸசைஸ்லாம் பண்ணின்னு படிச்சுட்டு. இல்லை இவங்க அப்பா, அவங்க அப்பா அடிக்கும்போது ஒருத்தர் அடிக்கிறானா சும்மா இருந்திருப்பாரு அவரு. அதேதான் எல்லாமே கரெக்ட் தானே. இப்போ போயிட்டு இவங்ககிட்ட பேசணும், ஏன்பா கை வச்சிட்ட, கொஞ்சம் பொறுமையா போயிருக்கலாமே அப்படின்னு பேசுறது வேற. போயிட்டு இவரை அடிச்சுட்டு யாரை கேட்டு நீ அவனை அடிச்ச அப்படின்ட்டு எங்க தகப்பன் அடிக்கிறான், உன்னை அடிச்சுக்கிறான்டா கேட்டா லைன் ஆஃப் இதுல இருந்தானா நான் செத்து போனாலும் பரவாயில்லையா. என்ன பைத்தியக்காரன். ஸ்பதிகம்ல இதே வேலை தான் பார்த்தேன், இதுல இதே வேலை தான் பார்த்தேன். அதில் நாட்டு நடத்து ஃபன் பண்ணாரு, வந்து இது பண்ணி ஃபன் பண்ணாரு. ஸோ வந்து நல்ல மூவி, அருமையான மூவி. எனக்கு ரொம்ப ஃபேவரட்டில் இருக்குது. நல்ல மூவி. அதுவும் கேமரா ஒர்க் நல்லா இருந்துச்சு. கேமரா ஒர்க்கு எனக்கு லொக்கேஷன்ஸ்ன்றது அந்த கடைசி ஃபைட் அப்போ எனக்கு ரொம்ப இது வந்து, ஏன்னா அவர் ஸ்லிப் ஆகி விழுந்துட்டாரு. அது ஆப்வியஸ்லி அன்பிளான்ட். அது அவர் வலிக்கும். ஆனால் கேமரா பார்த்தோன்னா மேலே தான் இருந்தது எல்லாருக்கும். அது கீழே விழுந்ததுக்கு அப்புறம் அவரையும் மாட்டு காலு கீழெல்லாம் போயிட்டு கார் பண்ணி எடுத்தாரு பாரு. அதுதான் ஹைலைட். ஏன்னா அது ஹீட் ஆஃப் தி மூமெண்ட்ல நடந்த ஒரு விஷயம். அதுக்கு மோகன்லால் வலிக்கு வந்தது யாரும் எக்ஸ்பெக்ட் பண்ணுவாங்க. ஆனால் கேமராமேன் அதையும் கவர் பண்ணாரு போயிட்டு. இன்னொன்று ஃபைட் ரியலாக இருந்துச்சு, அடிக்கிறதுலாம் ரியலாக அடிக்கிற மாதிரி இருந்துச்சு. அது கையில் அடிக்கிறதும் சரி, அது கட்டை வச்சு அடிக்கிறதும் சரி, எல்லாமே ரியலாக இருந்துச்சு. அது ஒன்று. இன்னொரு முக்கியமான கேரக்டர் வந்து பாட்டி கேரக்டர். செம்ம தக் லைஃப் பண்ணுறாங்க. கடைசியில் அவங்க குத்த கத்தியில தான் வந்து ஃபினிஷிங் வந்துருக்கு. அவ்வளோ அதுவா இல்லை வேற என்னன்னு தெரியல. அந்த கத்தி தான் அது போயிட்டு எடுத்தார்ல, அந்த கத்தி தான் இதுல இருந்து வீட்டுக்கு போல. ஸோ வந்து நல்ல மூவிங்க. கிரீடம் ஒரு எப்படின்னா சரௌண்டிங் சிச்சுவேஷன்ஸ்னால ஒருத்தரோட லைஃப் எந்த அளவுக்கு பாதிக்கப்படுதுன்றது வந்து வேற மாதிரி காட்டியிருந்தாங்க. இது வந்து அவர் மேலே ஒரு பர்சன்டேஜ் கூட எனக்கு தப்பா தோணுது எதுவுமே. ஆஸ் அ சன்னா ஃபாதர் அடிச்சாங்க, இவர் போயிட்டு திருப்பி வச்சார், அவ்வளோதான். எனக்கு வந்து ஸ்கூல் டைம் நான் 9th ஸ்டாண்டர்ட் படிக்கும்போது தொடர்ந்து கேஸில் மாட்டினே இருந்த பண்ணாரு. ஒன்றுமே பண்ணலனாலும் மாட்டி போனான். யாரா கள்ள தூக்கி அடிச்ச இவன் தாங்க. சம்மதமே இல்லாமல் நான் எனக்கு அதான் ஞாபகம் வந்துச்சு, நான் ஒன்றுமே பண்ணல, நாளைக்கு கிரவுண்டுக்கே வரலங்க. வச்சு செஞ்சாங்க. வெற்றி மாட்டினாங்க. ஸோ என்ன பண்றது, சில சிச்சுவேஷன்ல அமைதியா இருந்தாலும் தப்பு, ரியாக்ட் பண்ணாலும் தப்புன்ற மாதிரி தான் இதுல இருந்தது. இப்போ அமைதியா இருந்தான்னு வச்சுக்கேன், என்னடா எங்க உன் அப்பனை போட்டு அடிக்கிறான் வந்து நீ எதுவும் கம்முனுக்குறனோ வரும். அவர் வந்து அவங்க அப்பா செத்துட்டாலும் அவருக்கு வந்து வேலை வந்துடும். அவர் எக்ஸாம் போனதும் வேஸ்ட் தான் அவருக்கு. அப்புறம் அடிச்சானும் ஏன்டா அடிச்சாங்க, ஆடா போங்கடா. நல்ல மனுஷன் வாழ்க்கையை வந்து எப்படி ஸ்பாயில் ஆச்சு. இது வந்து கிளாசிக் வந்து நிறைய சொன்னாங்க. ஆனால் எனக்கு தெரிஞ்சு இது கிளாசிக். ஸோ ஓகே கைஸ், நம்ம வந்து கிரீடம் மூவி பார்த்துட்டோம். ஸோ வந்து ரொம்ப நல்ல எக்ஸ்பீரியன்ஸ். வெற்றி மிஸ் பண்ணிட்டான்.
ஸ்பதிகத்துக்கு ஆனால் ஸ்பதிகம் பார்த்துட்டான்ல ஸ்பதிகம் முன்னாடியே பார்த்துட்டான். ஸோ மிஸ் பண்ணிட்டான். ஸோ அவனை பார்ப்பான்னு நினைக்கிறேன். ஸோ நம்ம இன்னொரு வீடியோவில் இன்னொரு மூவி பார்க்கலாம். அண்டர் சரி கிளாசிக் இந்த படம் வந்து நமக்கு செட் ஆச்சு. ஸோ இன்னொரு வீடியோவில் இன்னொரு மூவி பார்ப்போம். அண்டர் சரி ஐயோ வெற்றின்ற பத்தியா signing off. Subscribe.